നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് ഇന്നേ ദിവസം നൽകുന്നത്? എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്ത് കാര്യമാണ് നമ്മൾ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്? ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? ഓക്കെ, സണ്ണിൻ്റെ എനർജിയാണ് ഇന്നേ ദിവസം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവസരങ്ങളാണ് നമുക്ക് വരുന്നത്. അത് നമ്മളുടെ നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് അതിനെ തടഞ്ഞു വെക്കാതെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കടന്നു പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്നത് സാമ്പത്തിക സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾ ആണ്. ബിസിനസ് പരമായിട്ടോ സാമ്പത്തിക പരമായിട്ടോ ഇന്ന് ചില ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് കുറച്ച് ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, 10 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെന്റിക്കിൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇന്നേ ദിവസം സാമ്പത്തിക ഗ്രോത്തും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുന്നതാണ്. ഒരു ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുമാണ് അല്ലേ? നിങ്ങളുടെ മാനസിക അവസ്ഥയെ നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കി വെക്കണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. സന്തോഷം ഇപ്പം ജോലി സ്ഥലത്താണെങ്കിലും ശരി, കുടുംബജീവിതത്തിലാണെങ്കിലും ആ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് അതേ എനർജി തിരിച്ചു കിട്ടുന്നത്. നിങ്ങളൊരു ജോലി സ്ഥലത്തേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ചെന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അവരിൽ നിന്നും തിരിച്ചു കിട്ടും. ഓക്കെ, അവർ നമ്മുടെ കൂടെ പറഞ്ഞില്ലെങ്കിലും അവിടെ ഇവിടെ ഇരുന്ന് നമ്മളെക്കുറിച്ച് മോശം സംസാരിക്കുക. എന്നാൽ സന്തോഷത്തോടു കൂടി അവർക്ക് നല്ല രീതിയിൽ ഒരു സ്മൈലൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് വൈബായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സൂര്യ ഉദയത്തിൻ്റെ ടൈമാണ്. അന്ധകാരം മാറിപ്പോകുന്ന ഒരു സമയം വരുന്നുണ്ട്. ഓക്കെ, സ്ട്രഗിൾ